പിറവം സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാജൻ പിറവം അനുസ്മരണം സുപ്രസിദ്ധ നാടക സിനിമാ നടൻ എബ്രഹാം കോശി ഉദ്ഘാടനം ചെയ്തു. 60ഓളം സിനിമകളിലും 100ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലുമായി 1000ഓളം വേദികളിൽ അഭിനയ മികവ് പുലർത്തിയ എബ്രഹാം കോശിയെ ചടങ്ങിൽ ആദരിച്ചു. പിറവം വ്യാപാര ഏകോപന സമിതിയുടെ ഓഡിറ്റോറിയത്തിലാണ് സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 10ാമത് സാജൻ പിറവം അനുസ്മരണം നടത്തിയത്. അനുസ്മരണത്തിന്റെ ഉദ്ഘാടനം സുപ്രസിദ്ധ നാടക സിനിമാ നടൻ എബ്രഹാം കോശി നിർവഹിച്ചു. അതിന് വിപരീതമാണ് ഞാൻ ഇന്നിവിടെ കാണുന്നത്. ശ്രീ സാജൻ പിറവം എന്നയാള് പിറവത്തിന്റെ പൊന്നോമനപ്പെട്ടെന്ന് കലാലോകത്ത് പിറവത്തിൻ്റെ പേര് ഒന്നുകൂടി ഉയർത്തുകയും ചെയ്ത ഒരു കലാകാരനാണ്. നേരത്തെ നമുക്കിവിടെ അറിയപ്പെടുന്ന പല സിനിമാ നടന്മാരും നാടക നടന്മാരും ചേച്ചിയെപ്പോലുള്ള നടിമാരും ഒക്കെ ഉണ്ടെങ്കിലും സാജൻ പിറവം എന്ന ആള് പിറവത്തിൻ്റെ യശസ് കൂടുതൽ ഉയർത്താൻ വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. പിറവം സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനാ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാടക സിനിമാ നടി പിറവം തങ്ക മുഖ്യാതിഥിയായി. എവിടെ വെച്ച് കണ്ടാലും ചേച്ചി എവിടെ പോകണം എന്താ എപ്പോഴായാലും ചോദിക്കാതെ നമ്മൾ കണ്ടില്ല. പക്ഷെ അവൻ ഒരു നല്ല നടനായി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം അവനെ നമ്മളിൽ നിന്ന് പിരിച്ചു. കലാകാരനും മാധ്യമപ്രവർത്തകനുമായ ഷിൻസ് തൊടുവയിൽ മുഖ്യപ്രഭാഷണവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബാബു പാണക്കാട്ട്, പിറവം സപ്തസ്വര കലാ സാംസ്കാരിക സെക്രട്ടറി സജികുമാർ ചാത്തൻകഴി, കോമഡി താരവും എക്സിക്യൂട്ടീവ് അംഗവുമായ ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നമ്മളൊക്കെ മരിച്ചാൽ പിന്നെ നമ്മളെയൊക്കെ ഓർക്കാനായിട്ട് സപ്തസ്വര പോലുള്ള കലാ സാംസ്കാരിക വേദികൾ ഉണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. നമ്മുടെ മണക്കാട്ടെ കടയിലെ സാജൻ ഇരിക്കാറുണ്ട്. അത് സ്കൂള് വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം ഞാനും ആ കടയിലൊക്കെ നിന്നിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ ഞാൻ ഏകദേശം 10ാം ക്ലാസ് പഠിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗുരുനാഥനായ ഷിൻസ് എന്നെ കലാരംഗത്തേക്ക് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഒത്തിരി സ്റ്റേജ് ഷോസും കോമഡി പ്രോഗ്രാമും പുറത്തൊക്കെ പോയി പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ജീവൻ ടിവിയിൽ ഞാനും വി.ഡി. രാജപ്പൻ സാറും സാജൻ ചേട്ടനും കൂടി ഒരു സീരിയൽ ചെയ്തു. യോഗത്തിൽ വെച്ച് മംഗളം 2024 അപമാനമാകുന്ന മനുഷ്യമൃഗങ്ങൾ എന്ന എഡിറ്റോറിയലിന് കാമ്പിശ്ശേരി കരുണാകരൻ അവാർഡിനർഹനായ രാജേഷ് മുളക്കുളത്തെ സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനയ്ക്ക് വേണ്ടി എബ്രഹാം കോശി സ്നേഹാദരവ് നൽകി ആദരിച്ചു. 60ഓളം സിനിമയിലും 100ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലുമായി 1000ഓളം വേദികളിൽ അഭിനയ മികവ് പുലർത്തിയ എബ്രഹാം കോശിയെയും പ്രൊഫഷണൽ നാടകത്തിലും സിനിമാ സീരിയൽ രംഗത്തും അഭിനയ മികവിന്റെ നാൾവഴികൾ പിന്നിട്ട പിറവം തങ്കത്തെയും പിറവം സപ്തസ്വര കലാ സാംസ്കാരിക സംഘടന ആദരിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.